നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ൽ ഉൾപ്പോര് രൂക്ഷം. ഓഹരി കൈമാറ്റത്തിലെ ഭിന്ന അഭിപ്രായങ്ങളിൽ പിണറായിക്ക് അതൃപ്തി. കരാർ നടപ്പാക്കണമെന്ന EP ജയരാജന്റെ നിലപാടിനെ തള്ളിയ ഒരു വിഭാഗം. ഓഹരി കൈമാറ്റം സർക്കാർ അറിയാത്തതാണ് പ്രശ്നമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPM കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ EP ജയരാജൻ. അദാനി ബന്ധത്തിൽ VDയും രാഹുൽ ഗാന്ധിയും മറുപടി നൽകണമെന്ന് MV ഗോവിന്ദൻ. മാധ്യമങ്ങളോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് ഇനി ഒരു രോഗിയും നിലത്ത് കിടക്കേണ്ടി വരില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. മരുന്ന്, ചികിത്സ, കിടക്ക എന്നിവ രോഗിയുടെ അവകാശമാണെന്നും മന്ത്രി. 10 വർഷത്തെ പർച്ചേസിൽ അന്വേഷണം നടത്തും. പ്രതിസന്ധികളും വിമർശനങ്ങളും ഊർജ്ജമായെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് DMO അന്വേഷിക്കും. കേരളത്തിലെ ലഹരി വ്യാപനം ഭയാനകമെന്നും ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 6182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 6632 പേർ. ഇതുവരെ പിടിച്ചെടുത്തത് 35 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന്. ഓഗസ്റ്റ് 15 മുതൽ 64 പ്രധാന സ്റ്റേഷനുകൾ ഒഴികെയുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ചുമതല SI-മാർക്ക്. അമേരിക്കയുമായുള്ള സമാധാന ധാരണ അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര ശ്രമമെന്ന് ഇറാൻ. ഹോർമോസിൽ കപ്പലുകളെ ആക്രമിച്ചത് ധാരണ പൊളിക്കാൻ ലക്ഷ്യമിട്ട തീവ്ര വിഭാഗക്കാരെന്ന് റിപ്പോർട്ട്. ഇറാനുമേൽ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. US പടക്കപ്പലുകൾ ഹോർമോസിലേക്ക് അടുക്കുന്നു. ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി ഒമാനിൽ. വിയറ്റ്നാമിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മുങ്ങി. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. 15 പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ. അപകടം വിനോദസഞ്ചാര കേന്ദ്രമായ ഫൂക്കോക്ക് ദ്വീപിന് സമീപം. രക്ഷാപ്രവർത്തനം തുടരുന്നുവെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ലോകകപ്പ് ക്വാർട്ടറിൽ പുലർച്ചെ 2:30 ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം. ബെൽജിയത്തെ തോൽപ്പിച്ച സ്പെയിന്റെ സെമിയിലെ എതിരാളി ഫ്രാൻസ്. നാളെ രാവിലെ 6:30 അർജന്റീനയും സ്വിറ്റ്സർലൻഡും നേർക്കുനേർ. വിഴിഞ്ഞം വിഷയത്തിലെ ഉൾപ്പോരിനിടെ 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ. തിരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ടയെങ്കിലും സംസ്ഥാന ഘടകത്തിലെ അഭിപ്രായ വ്യത്യാസവും യോഗം ചർച്ച ചെയ്യും. വിഴിഞ്ഞത്തിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അനുവാദമില്ലാതെ ഓഹരി വിൽക്കാനുള്ള നീക്കമാണ് ചോദ്യം ചെയ്തതെന്നും രാഹുൽ ഗാന്ധിക്കുൾപ്പെടെ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. വിഴിഞ്ഞം അദാനി വിഷയത്തിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമാക്കുന്നതിനിടയിലാണ് ഡൽഹിയിൽ 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നിലവിലെ നേതൃത്വത്തിനെതിരെയുള്ള പ്രതികരണമായാണ് വിലയിരുത്തുന്നത്. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകത്തിനുള്ളിലെ രൂക്ഷമായ ഭിന്നതയും ചർച്ച ചെയ്തു. വിഴിഞ്ഞത്തിൽ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും സർക്കാർ അറിയാതെ ഓഹരി കൈമാറ്റം നടത്താൻ പാടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കുൾപ്പെടെ മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. CPIM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചതാണ്. പാർട്ടിയിൽ 2 നിലപാടില്ലെന്നും EP ജയരാജന്റെ പ്രതികരണം താൻ കണ്ടില്ലെന്നുമായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. സർക്കാർ അറിഞ്ഞു വേണം ഓഹരി കൈമാറ്റം എന്നതാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM-നകത്ത് ഏകകണ്ഠമായ അഭിപ്രായമാണ് വിഴിഞ്ഞം പ്രശ്നത്തിലുള്ളത്. വിഴിഞ്ഞം ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പൊതുമേഖലയുടെ പൊതു നിയന്ത്രണത്തിനകത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് നിലപാടിനെയാണ് CPM വിമർശിച്ചിരിക്കുന്നത്. അതേസമയം KK രാഗേഷിനെയും പാർട്ടി നിലപാടിനെയും തള്ളിപ്പറഞ്ഞ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല. ചികിത്സ ഉന്നയിച്ചാണ് അവധി നൽകിയത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംസ്ഥാന ഘടകം തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടും തെറ്റുതിരുത്തൽ രേഖയും 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മര്യാദയ്ക്ക് നിന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റിലാകുമെന്ന് പിണറായി. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുമെന്നും വടിയും പിടിച്ചു നിൽക്കേണ്ടതില്ലെന്നും പിണറായി വിജയൻ കേരള ഹൗസിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞാനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ. നിങ്ങൾ വടി വിട്ട് നിർത്തുന്ന കാര്യം പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങൾ വഴിയിൽ വാങ്ങിക്കണ്ട. വഴിയിലില്ല. ഇത്രയും നേരം അവിടെ ബിരിയാണി തീരുന്നവരവിടെ നോക്കിയിരുന്നത്. വിഴിഞ്ഞം വിവാദത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുന്നുവെന്ന് തോമസ് ഐസക്. കോൺഗ്രസിലാണ് അഭിപ്രായ വ്യത്യാസം. UDF-ൽ പോലും തീരുമാനിക്കാതെയാണ് ഓഹരി കൈമാറ്റം ആലോചന നടന്നത്. VD സർക്കാർ വന്നപ്പോഴാണ് കൊള്ളയുടെ വലിപ്പം മനസ്സിലായത്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ധാരണയില്ലെന്നും അടിമുടി സാങ്കേതിക പ്രശ്നങ്ങളാണെന്നും തോമസ് ഐസക് ഡൽഹിയിൽ പറഞ്ഞു. അതുകൊണ്ട് സമ്മതിച്ചു. അധികാരത്തിൽ വന്നു. 10 വർഷം തുറമുഖ വികസനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തു. UDF അട്ടിമറിക്കാനാണ് നോക്കിയത്. അവിടെ സമരമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ പുതിയ സർക്കാർ വന്നു. അപ്പോഴാണ് ഈ കൊള്ളയുടെ ഒരു വലിപ്പം മനസ്സിലാവണേ നമുക്ക് പോലും കൃത്യമായിട്ട്. എന്താ അത്? ഇത് ലാഭമല്ല, അതിൻ്റെ ഓഹരിക്കുണ്ടായ ക്യാപിറ്റൽ ഗെയിൻസാണ്. 25,000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻസാണ്. അതിൻ്റെ പാതി കൊടുത്ത് 49% MSC വാങ്ങുകയാണ്. 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആരോഗ്യവകുപ്പ്. മികച്ച ചികിത്സയും മരുന്നും കിടക്കയും രോഗിയുടെ അവകാശമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 50 ദിവസം കൊണ്ട് നേടിയത് മികച്ച നേട്ടങ്ങളാണെന്നും പ്രതിസന്ധികളും വിമർശനങ്ങളും പ്രവർത്തനത്തിന് ഊർജ്ജമായെന്നും മന്ത്രി പറഞ്ഞു. അൻപത് ദിവസത്തിനിടെ ആരോഗ്യവകുപ്പ് ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി വി മുരളീധരൻ പ്രകാശനം ചെയ്തു. ക്രെഡിറ്റ് മന്ത്രിക്കല്ല, മന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും സ്റ്റാഫൊക്കെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുക. ഇന്നലെ വരെ 2 ഘടകങ്ങളായി കണക്കാക്കിയിരുന്ന DMEയും DHSഉം ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാമാണ് ഈ 50 ദിവസം കൊണ്ട് കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഭാവി പരിപാടികൾ ഏറെയുണ്ട്. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അത്തരം ആശുപത്രികളിൽ മാത്രം സേവനം ചെയ്യും. ആരോഗ്യവകുപ്പിലെ 10 വർഷത്തെ പർച്ചേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിലും പ്രതികരിച്ചു മന്ത്രി. അതൊരു പ്രതികാര നടപടിയല്ല. എന്നാൽ ഓരോ കഷ്ടപ്പെട്ട് ഫണ്ട് കണ്ടെത്തി പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങി വെറുതെ അത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്ന അവസ്ഥ. എയിംസ് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം സജീവമാണ്. ഒഴിവുകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്ത് നികത്തും. രോഗികളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്നും അറ്റൻഡർമാർക്കും ഡോക്ടർമാർക്കും കൗൺസിലിംഗ് നല്ലതാണെന്നും. ഈ അറ്റൻഡറും വാച്ച്മാനൊക്കെ ആയിട്ട് വെക്കുന്നവരെ ഒരു കൗൺസിലിങ്ങിനിടയ്ക്ക് ഒന്ന് വിധേയമാക്കാൻ തീരുമാനിച്ചു. പിന്നെ ഡോക്ടർമാരോട് IMAക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറയുകയാണ്, അവർക്കും ചില ഉപദേശങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കൊടുക്കും. MLA വി മുരളീധരനും മേയർ VV രാജേഷും പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് രാഷ്ട്രീയ കാരണം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുൻപിലാണ് മൃതദേഹവുമായി പ്രതിഷേധിച്ചത്. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പരാതിയിൽ 2 ഡോക്ടർമാരെ കൂടി പ്രതി ചേർക്കും. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ അബോധാവസ്ഥയിലാവുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്ത 1.5 വയസ്സുകാരന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുമ്പിൽ അരങ്ങേറിയത്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. ചില നിർദ്ദേശങ്ങൾ അത് മാനേജ്മെന്റിന്റെ മുമ്പിൽ ഈ കുടുംബവും ഈ പ്രതിഷേധക്കാരും ഉയർത്തിയിരുന്നു. അതായത് ഇത്തരത്തിൽ ആരോപണ വിധേയരായ ആശുപത്രി ജീവനക്കാരെയും ഡോക്ടർമാരെ ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇത് മാനേജ്മെന്റ്
അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു. എന്തായാലും ജൂലൈ മാസം 5-ാം തീയതിയാണ് ഒരു മുറിവിന് പരിക്ക് പറ്റി കുട്ടിയെ ഈ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് അല്പസമയം കഴിഞ്ഞ് ഈ കുട്ടിക്ക് അനസ്തേഷ്യ നൽകുകയായിരുന്നു. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഈ കുട്ടി അബോധാവസ്ഥയിലേക്ക് നീങ്ങുകയും പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കുകയുമായിരുന്നു. 3-4 ദിവസം വെന്റിലേറ്ററിൽ ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. ഈ അനസ്തേഷ്യ നൽകിയത് അത് ഒരു കൃത്യമായ കാരണങ്ങളില്ലാതെയാണ് എന്നാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ കുടുംബം ഉയർത്തിക്കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ആദ്യഘട്ടം മുതൽ. പിന്നീട് ഇപ്പോൾ കൂടുതൽ പേരെ പ്രതികളാക്കുമെന്നൊരു ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ കൂടിയാണ് ഈ കുട്ടി മരണപ്പെട്ടത്. അതിന് പിന്നാലെ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചായിരുന്നു ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തിയത്. കുഞ്ഞിന്റെ ജീവൻ നൽകോ, ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ നൽകോ, അധികാരികളെ കൊള്ളക്കാരെ, തെമ്മാടികളെ. വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി മാനേജ്മെന്റ് ചില തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ആരോപണ വിധേയരായ ആശുപത്രി ജീവനക്കാരെയും ഡോക്ടർമാരെയും സംരക്ഷിക്കില്ല എന്നൊരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് പോലീസിൽ നിന്ന് ലഭിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. തീരെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോയി. അവിടെ 3 ഡോക്ടർമാരുടെ തീരുമാനത്തിന്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടു. അവരിപ്പോൾ പറഞ്ഞത് അവിടെ അതിന് കാരണക്കാരായ 3 ഡോക്ടർമാരുടെ ആ ഡോക്ടർമാരുടെ പേരിൽ ഡിവൈഎസ്പി സാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മേൽ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ കേസെടുക്കാമെന്ന്. ഇനിയിപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ നമ്മളിവിടെ വന്നതും ചർച്ചയ്ക്ക് വന്നതും വേറെ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെയൊരു അവസ്ഥ ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അവർ ഏതെങ്കിലും ഡോക്ടേഴ്സ് ആലോചിക്കണം, തീരുമാനിക്കണം. ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ട് മാത്രമേ ഇങ്ങനൊരു ചികിത്സയിലേക്ക് പോകാൻ പാടുള്ളൂ. മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം സ്വദേശമായ എരമംകുറ്റിയൂരിൽ എത്തിച്ച് ഇന്ന് രാത്രിയോടുകൂടി മൃതസംസ്കാരം നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ സന്നദ്ധ സേവന സംഘടനകളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കരുതെന്നൊരു കർശന നിർദ്ദേശം കൂടി ഇത്തരത്തിൽ ആശുപത്രി മാനേജ്മെന്റ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ അന്വേഷണത്തിന് DMOയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ മുരളീധരൻ. പോലീസിൽ പരാതി നൽകാൻ നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. സംഭവിച്ച ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റേ ബേബി മെമ്മോറിയലിലെ കണ്ണൂർ ആശുപത്രിയിലാണ് ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ ചുണ്ട് പൊട്ടി അതിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടെ നിന്ന് അനസ്തേഷ്യ കൊടുത്തപ്പോൾ രോഗിക്ക് ഇത് കൂടുതലായതുകൊണ്ട് കോഴിക്കോട്ടേക്ക് മാറ്റി ബേബി മെമ്മോറിയൽ തന്നെ അവിടെ വെച്ച് കുട്ടി മരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DMOനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പോലീസിലും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ വിദഗ്ധ അന്വേഷണ സംഘത്തെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 5 സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചു. റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാണ് 5 വിദഗ്ധ സമിതിയുടെ കൺവീനർ. കൂടാതെ ജിയോളജിസ്റ്റായ ഡോക്ടർ CP രാജേന്ദ്രൻ, എക്കോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. കമ്പനി നിർമ്മാണ വേളയിൽ കരാർ നിബന്ധനകൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ കൃത്യത വിലയിരുത്തുക എന്നിവയാണ് സമിതിയുടെ പ്രധാന ചുമതലകൾ. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. അതോടൊപ്പം ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവുമാണ് ധനസഹായം നൽകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല തന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് കണ്ഠർ രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. പകരം തന്റെ മകൻ ബ്രഹ്മദത്തിന് താന്ത്രിക ചുമതല നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ തീരുമാനമെടുക്കാനാണ് ബോർഡിന്റെ തീരുമാനം.
നിലവിൽ മുൻ തന്ത്രി കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനരാണ് ശബരിമലയിൽ തന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നത്. അടുത്ത ചിങ്ങമാസം മുതൽ ഊഴം കണ്ഠരര് രാജീവർക്കാണെങ്കിലും ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ പ്രതിയായ സാഹചര്യത്തിലാണ് പദവിയിൽ നിന്ന് മാറി നിന്ന് മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്ന നിർദ്ദേശം രാജീവരര് മുന്നോട്ട് വെച്ചത്. മേൽശാന്തി ഇന്റർവ്യൂ ബോർഡിൽ നിന്നും ഒഴിവാക്കണമെന്നും മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കത്തിന്മേൽ നേരിട്ട് തീരുമാനമെടുക്കാതെ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ബോർഡ് പ്രസിഡന്റ് ഈ വിഷയം അജണ്ടയായി അവതരിപ്പിച്ചു. എന്നാൽ കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന വ്യക്തി നൽകുന്ന കത്തിൽ ബോർഡ് സ്വയം തീരുമാനമെടുക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന വിലയിരുത്തലാണ് യോഗത്തിലുണ്ടായത്. ഇതോടെ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിയമപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വിഷയം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. കണ്ഠരര് രാജീവരുടെ ആവശ്യപ്രകാരം ചിങ്ങമാസം മുതൽ ആരായിരിക്കണം ശബരിമല തന്ത്രി എന്ന കാര്യത്തിൽ ഹൈക്കോടതി തന്നെ അന്തിമ തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന നിലപാടിലാണ് ബോർഡ് ഇപ്പോൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപായ ഫൂക്കോക്കിന് സമീപം ഇന്ത്യൻ വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച സ്പീഡ് ബോട്ട് മറിഞ്ഞ് വൻ അപകടം. ശക്തമായ കാറ്റും കടൽക്ഷോഭവുമാണ് ബോട്ട് മറിയാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. 15ഓളം പേർ മരിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 23 പേരെ കടലിൽ നിന്നും രക്ഷപ്പെടുത്തി തീരത്ത് എത്തിച്ചിട്ടുണ്ട്. മിൻഹോയി ഫൂക്കോക്ക് ട്രേഡിംഗ് ടൂറിസം കമ്പനി പ്രവർത്തിപ്പിച്ചിരുന്ന ബോട്ടായ മേ റൂട്ട് എൻഗോയ് ദ്വീപിൽ നിന്നും അൺതോയ് തുറമുഖത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ബോട്ടിൽ 32 യാത്രക്കാരും 3 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും ഇന്ത്യൻ വിനോദസഞ്ചാരികളായിരുന്നു. യാത്ര തിരിച്ച് ഏകദേശം 400 മീറ്റർ പിന്നിട്ടപ്പോഴാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ ബോട്ട് തലകീഴായി മറിഞ്ഞത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ കൊടുമൺ വിമാനത്താവള ആക്ഷൻ കമ്മിറ്റി യാതൊരു വിധത്തിലും നടക്കാത്ത ആറന്മുള പദ്ധതി വെറും തട്ടിപ്പാണെന്നും കൊടുമൺ പോലെ വിമാനത്താവള പദ്ധതിക്ക് അനുയോജ്യമായ ഭൂമി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളപ്പോൾ അതിനു മുൻതൂക്കം കൊടുക്കണമെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ കത്ത് നൽകുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആറന്മുള വിമാനത്താവള പദ്ധതി ഒരു അടഞ്ഞ അധ്യായമായി എന്ന് കരുതിയിരുന്നിടത്ത് നിന്നാണ് അവിടുത്തെ ഭൂവുടമയായിട്ടുള്ള എബ്രഹാം കലമണ്ണിൽ വീണ്ടും ഒരു ഡ്രോൺ സർവേയുമൊക്കെ ആയിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വീണ്ടും ആറന്മുള വിമാനത്താവള പദ്ധതി ഒരു വിവാദമാവുകയാണ്. അവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ തന്നെ കൊടുമൺ എയർപോർട്ടിൻ്റെ ഒരു പ്രസക്തിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആക്ഷൻ കൗൺസിൽ രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു പുതിയ വിവാദങ്ങൾ? മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ശബരിമലയിൽ വരുന്ന സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ള സ്വാമിമാരെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ ഒരു എയർപോർട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല സ്ഥലങ്ങളിലും പലരും ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമയിലുള്ള കൊടുമൺ റബ്ബർ പ്ലാന്റേഷൻ മേഖലയാണ്. ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം ആ സ്ഥലം വളരെ സമതലമാണ്. അവിടെ കുന്നുകളില്ല, മലകളില്ല, ഉയർന്ന പ്രദേശങ്ങളില്ല, അരുവികളില്ല, അമ്പലങ്ങളില്ല, സ്കൂളില്ല, മറ്റൊന്നുമില്ല. അതൊക്കെ ഉപരി ഒരാളിനെ പോലും കുടിയിറക്കേണ്ട, എവിക്ഷനില്ല, കുടിയിറക്കേണ്ട പ്രശ്നം ഉണ്ടാകുന്നില്ല. അവിടെ തൊഴിൽ പ്രശ്നമില്ല, പാരിസ്ഥിതിക പ്രശ്നമില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, മറ്റ് പറയുന്ന പല സ്ഥലങ്ങളിലും വനത്തിൻ്റെ അടുത്താണ്. കൊടുമൺ പ്ലാന്റേഷൻ മേഖല വനത്തിനടുത്തല്ല, അത് അടൂർ ടൗണിനടുത്താണ്, പത്തനംതിട്ട ടൗണിനടുത്താണ്. പത്തനംതിട്ട ടൗണിൽ നിന്നും അടൂർ ടൗണിൽ നിന്നും 10 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ. അത് അത്രമാത്രം സിറ്റിയാണ്. അതുകൊണ്ട് ഒരുപാട് പല രീതിയിൽ നോക്കിയാലും ഞാൻ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഫ്രീ ആയ സ്ഥലം, വനപ്രദേശമല്ല, സമതലമാണ്, തൊഴിലാളി പ്രശ്നമില്ല, പാരിസ്ഥിതിക പ്രശ്നമില്ല. ഈ കാരണങ്ങളാൽ കൊടുമൺ പ്ലാന്റേഷൻ മേഖലയാണ് നമ്മുടെ പുതിയ ശബരിമല വിമാനത്താവളത്തിന് സ്വീകരിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ലാൽസ് റെസിഡൻസി, ഈ ലാൽസ് റെസിഡൻസി കേന്ദ്രീകരിച്ച കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ ഓഫീസെടുത്ത് ഇവിടെ പ്രവർത്തിച്ച് ശക്തമായ സമരങ്ങൾ നടത്തി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുമൺ എയർപോർട്ട് വരുന്നിടം വരെയും പത്തനംതിട്ട ജില്ലയിലുള്ള ജനങ്ങൾ ഈ രംഗത്ത് സമരവുമായി മുമ്പോട്ട് പോകും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം റദ്ദാക്കിയ ഒരു പദ്ധതി വീണ്ടും കൊണ്ടുവരുന്നതല്ല, എന്താ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ അതിൽ ദുരുദ്ദേശപരമായ സമീപനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത്. നമുക്ക് ഇതിനേക്കാൾ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ആറന്മുള എയർപോർട്ട് എന്നുള്ള നിലയിൽ വന്നത്. അവസാനം അതിൻ്റെ സ്ഥിതിവിശേഷം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. യാതൊരു സാമൂഹ്യപരമായ ഒരു വിഷയമില്ലാത്തൊരു പ്രദേശം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ തകിടം മറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്വന്തമായ നിലയിലുള്ള ഡ്രോൺ പരീക്ഷണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഈ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കൊടുമണ്ണെ പോലെ പ്രദേശത്തെ അത് അട്ടിമറിക്കാനുള്ള നിഗൂഢമായ ഒരു ശ്രമം അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വസ്തുക്കച്ചവടം അങ്ങനെ എന്തെങ്കിലും ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ തീരുമാനങ്ങളൊന്നുമില്ല എന്ന മന്ത്രി റോജി എം ജോൺ. പദ്ധതിയെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. സ്വകാര്യ വ്യക്തി ഡ്രോൺ പറത്തിയതിൽ സർക്കാർ ഉത്തരവാദിയല്ല എന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് തലത്തിൽ അത് സംബന്ധിച്ച ചർച്ചകളോ നടപടിക്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം പോലും
ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നടപടികളോ ഒരു ആലോചനയോ അതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയോ ഒന്നും സർക്കാർ തലത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഗവൺമെന്റിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം ഔദ്യോഗികമായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഔദ്യോഗികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് സ്ഥലം MLAയോ അല്ലെങ്കിൽ ഇവിടുന്ന് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ആരും തന്നെ അങ്ങനെ ഒരു പ്രപ്പോസൽ പോലും നമ്മുടെ അടുത്ത് നിലവിലെത്തിയിട്ടില്ല. ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ കാര്യത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്ന് ആന്റണി MP. പത്തനംതിട്ടയിൽ വിമാനത്താവളം അനിവാര്യമാണ്. പത്തനംതിട്ടയിൽ തൊഴിൽ സാധ്യത കുറവായതിനാൽ യുവജനങ്ങൾ വിദേശത്തേക്ക് തൊഴിൽ തേടി പോവുകയാണെന്നും MP പറഞ്ഞു. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി P. പ്രസാദ് നടത്തിയ പ്രതികരണത്തിൽ പത്തനംതിട്ടക്കാരെ P. പ്രസാദ് പരിസ്ഥിതിവാദം പഠിപ്പിക്കേണ്ട എന്നും കണ്ണൂരിൽ പോയി ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്നും ആന്റണി MP പ്രതികരിച്ചു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ ഒരു വിമാനത്താവളം ഉണ്ടാകണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹം അവിടെയുണ്ട്. അതെവിടെയാണ്? എരുമേലിയിലാണോ, കുമ്പഴയിലാണോ, കൊടുമണ്ണിലാണോ, പത്തനംതിട്ടയിലാണോ? ഇത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഇവിടെ കണക്ടിവിറ്റി ഉണ്ടായാൽ ഇവിടെ IT പാർക്കുകൾ ഉണ്ടാകും, ഇലക്ട്രോണിക്സ് പാർക്കുകൾ ഉണ്ടാകും, മറ്റതുപോലെ അനുബന്ധ വ്യവസായങ്ങളുണ്ടാകും. ടൂറിസത്തിന് ഇത്രയും നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഒരു പ്രദേശം ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പേരിൽ അനധികൃത സർവേ നടത്താനും പദ്ധതി വരുമെന്ന് പ്രഖ്യാപിക്കാനും ആരാണ് സ്വകാര്യ വ്യക്തിക്ക് അധികാരം നൽകിയതെന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ P. പ്രസാദ്. ജില്ലാ ഭരണകൂടവും ചില ജനപ്രതിനിധികളും സ്വീകരിക്കുന്ന മൗനം ദുരൂഹമാണ്. നിയമവിരുദ്ധമായ ഒന്നും അംഗീകരിക്കില്ല. LDF സർക്കാരിന്റെ കാലത്ത് നിർദ്ദിഷ്ട സ്ഥലത്ത് ഇലക്ട്രോണിക് പാർക്ക് പദ്ധതിയുമായി ചിലർ എത്തിയതാണ്. പല സമ്മർദ്ദങ്ങളും നടത്തി, പക്ഷെ ഒരു അനുമതിയും കൊടുത്തില്ല. അതിശക്തമായ സമരം ആറന്മുള കാണും. ഏത് MLAയും MPയും പിന്തുണച്ചാലും വിമാനത്താവള പദ്ധതി നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നെല്ല് അവിടെ നിന്ന് കൊണ്ടുപോയതിന്റെ രേഖകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ കൃഷി, ഈ കഴിഞ്ഞ സീസണിലും കൃഷി നടന്ന ഇടങ്ങളുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അവിടെയുണ്ട്. അവിടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ വൈദ്യുതി വകുപ്പ് അടക്കമുള്ളവരുടെ സഹായത്തോടുകൂടി ഡീവാട്ടറിംഗ് ഉൾപ്പെടെ നടത്തി പെട്ടിയും പറയും ഉപയോഗിച്ച് അവിടെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും കൃഷി വകുപ്പ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെല്ലാം ചെയ്യുന്നവരിടത്ത് അനധികൃതമായി സർവേ നടത്താനും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി ഉണ്ടാവുന്നുവെന്ന് പ്രഖ്യാപിക്കാനും ആരാണ് ഒരാൾക്ക് അനുവാദം കൊടുക്കുന്നത്? നിയമവാഴ്ച നടക്കുന്ന ഒരു സംസ്ഥാനമാണ് എങ്കിൽ ഇങ്ങനെ ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ ഇടപെടാൻ ഒരു ഭരണകൂടം തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെ സംസ്ഥാന നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് പങ്കില്ലെന്ന പരാമർശത്തിൽ മുൻ DGP R. ഷീലയ്ക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി തള്ളി. എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. യൂട്യൂബിലൂടെയും ഓൺലൈൻ മാധ്യമത്തിലൂടെയും നടത്തിയ പരാമർശങ്ങളായിരുന്നു കോടതിയലക്ഷ്യ ഹർജിക്ക് കാരണമായത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ നടൻ ദിലീപിന് പങ്കില്ലെന്ന തരത്തിലുള്ള മുൻ DGP R. ശ്രീലേഖയുടെ പരാമർശം കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടിയുടെ ഹർജി. എന്നാൽ ഹർജിക്കാരിയുടെ ആക്ഷേപം കോടതിയലക്ഷ്യ നടപടികൾ കൈക്കൊള്ളാൻ പ്രാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹർജി തള്ളിയത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ വേളയിൽ നടത്തിയ പരാമർശം നടപടിക്രമങ്ങളെ ബാധിക്കുമെന്ന വാദങ്ങളടക്കം അതിജീവിതം നിരത്തിയിരുന്നു. എന്നാൽ അതൊന്നും കോടതി അംഗീകരിച്ചില്ല. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ വാഹനത്തിൽ വെച്ച് കൊട്ടേഷൻ സംഘം നടിയെ ആക്രമിച്ചത്. കേസിൽ 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികളെ വിചാരണ കോടതി ശിക്ഷിക്കുകയും ദിലീപ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അമൃത ന്യൂസ്, കൊച്ചി. E. ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അടുത്തയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. പദ്ധതി സാധ്യമാണെങ്കിലും ചെലവ് പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമാകുമെന്നാണ് വിലയിരുത്തൽ. വിശദമായ പാരിസ്ഥിതിക ആഘാത പഠനം വേണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ സമിതി മുന്നോട്ട് വയ്ക്കും. സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. E. ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി പദ്ധതി സാധ്യമാണെന്ന വിലയിരുത്തലിലാണ്. നിലവിൽ 60,000 കോടിയാണ് പദ്ധതിയുടെ ചെലവ്. എന്നാൽ പദ്ധതി ചെലവ് ഇതിനേക്കാൾ ഉയരും. തൂണുകളിലൂടെയാണ് പാത പോകുന്നത്. എന്നാൽ കേരളത്തിലെ മണ്ണിന്റെ സ്വഭാവത്തിലെ വൈവിധ്യം കണക്കിലെടുത്ത് പാരിസ്ഥിതിക പഠനം വേണമെന്ന് സമിതി റിപ്പോർട്ട് ശുപാർശ ചെയ്യും.
ഇത് സിൽവർ ലൈനിനേക്കാൾ മെച്ചപ്പെട്ട പദ്ധതിയാണെന്നും സമിതി വിലയിരുത്തുന്നുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന തീവ്രമായ ആഗ്രഹം സർക്കാരിനുമുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ രാഷ്ട്രീയ നിലപാടെടുത്തപ്പോൾ വീണ വികസന വിരുദ്ധർ എന്ന പേര് ഇതിലൂടെ മാറ്റുകയാണ് ലക്ഷ്യം. മെട്രോമാന്റെ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതിയും വേഗത്തിൽ ലഭിക്കുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വിഭാവനം ചെയ്യുന്ന പദ്ധതി കാസർഗോഡ് വരെ നീട്ടണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷമാകും തീരുമാനമെടുക്കുക. പുതിയ പദ്ധതിക്കെതിരെ കേരയിൽ വിരുദ്ധ സമിതി രംഗത്ത് വന്നിരുന്നു. അവരുടെയും അഭിപ്രായം സർക്കാർ തേടും. നേരത്തെ ഉപസമിതി ഉന്നയിച്ച സംശയങ്ങളിൽ ശ്രീധരൻ വിശദീകരണം നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദേശീയഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഔദ്യോഗിക പതിപ്പായ 6 ചരണമുള്ള വന്ദേമാതരം ഉപയോഗിക്കണം. ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം പാടുന്ന മുൻപത്തെ രീതി ഇതോടെ അവസാനിക്കും. ദേശീയഗീതവും ദേശീയ ഗാനവും ഒരുമിച്ച് ആലപിക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതരം ആദ്യം ആലപിക്കണം. ഇതിന് തൊട്ടുപിറകെ ദേശീയഗാനവും ആലപിക്കണം. ആധികാരികത നിലനിർത്താനും രാജ്യവ്യാപകമായി ഏകീകരണം ഉറപ്പാക്കാനുമാണ് അടിയന്തര ഭേദഗതിയെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ 2 മാസം നീണ്ടു നിൽക്കുന്ന അമേരിക്കൻ സന്ദർശനത്തിന് തുടക്കമായി. സാൻ റമോണിയിലായിരുന്നു ആദ്യ പരിപാടി. അമ്മയുടെ സന്ദേശവുമായി സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അമേരിക്കയിലെ സാൻ റമോണിലെത്തിയപ്പോൾ അതൊരു അവിസ്മരണീയ നിമിഷമായി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ വടക്കേ അമേരിക്കയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് സാൻ റമോണിലെ മാതാ അമൃതാനന്ദമയി മഠം സെന്റർ. അമ്മയുടെ ആഗോള ആധ്യാത്മിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അമേരിക്കയിലെ പ്രധാന ഏകോപന കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണിത്. ആശ്രമത്തിലെത്തിയ സ്വാമിജിയെ ഭക്തിയാദരപൂർവ്വമാണ് സ്വീകരിച്ചത്. 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ സ്വാമിജിയുടെ നേതൃത്വത്തിൽ സത്സംഗം, ധ്യാനം, ഭജന എന്നിവയും നടന്നു. That is, I know, as far as I'm concerned, taking responsibility is one of the fundamental things that, especially a spiritual seeker. Of course, even in the world, if you put the blame on someone else, you will not be a good manager. You will not be a good leader. You will not be a good politician also. You have to take responsibility. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാന പോലീസ് സേനയിൽ അടിമുടി നവീകരണം നടത്താൻ ആഭ്യന്തര വകുപ്പ്. ഓഗസ്റ്റ് 15 മുതൽ 64 പ്രധാന സ്റ്റേഷനുകൾ ഒഴികെ SIക്ക് ആയിരിക്കും പോലീസ് സ്റ്റേഷൻ ചുമതലയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. CIമാർക്ക് 3-4 സ്റ്റേഷനുകളുടെ മേൽനോട്ട ചുമതലയായിരിക്കും നൽകുക. എല്ലാവർക്കും ജില്ലാതലത്തിൽ പ്രത്യേക പരിശീലനം നൽകും. ഓപ്പറേഷൻ തൂഫാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വിജയം കണ്ടുവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും കേരളത്തിലുണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേരള പോലീസിനെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കും. ഓഗസ്റ്റ് 15-നകം എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയാക്കും. എല്ലാ സ്റ്റേഷനുകൾക്കും ഒരേ പെയിന്റ് അടിക്കും. ഓഗസ്റ്റ് 15 മുതൽ 64 സ്റ്റേഷനുകൾ ഒഴികെയുള്ളവയിൽ SIമാർക്കായിരിക്കും സ്റ്റേഷൻ ചുമതല. കൂടുതൽ കേസുകളുള്ള 64 സ്റ്റേഷനുകളിൽ CIമാർക്ക് തന്നെയായിരിക്കും ചുമതല. പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല
SIമാരൊക്കെയായിരിക്കും. തിരക്കുള്ള കൂടുതൽ പെറ്റീഷനുള്ള 64 സ്റ്റേഷനിൽ മാത്രം CIമാരായിരിക്കും SHOമാർ. പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. 6632 പേരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6182 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 35 കോടിയിലധികം രൂപയുടെ ലഹരി ഇതുവരെ പിടികൂടിയിട്ടുണ്ട്. സർക്കാർ DJ പാർട്ടികൾക്ക് എതിരല്ലെന്നും എന്നാൽ അവിടെ ലഹരി ഉപയോഗം ഉണ്ടായാൽ പോലീസ് എത്തുമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. നൈറ്റ് ലൈഫ് ഷുഡ് ബി റെസ്പോൺസിബിൾ. ഒരു കാരണവശാലും ക്യാരവാനിൽ മയക്കുമരുന്ന് അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ കണ്ടാൽ അവിടെ പോലീസിൻ്റെ കരങ്ങൾ എത്തിച്ചേരും. റെക്കമെൻഡേഷൻസ് ഈ കാര്യത്തിൽ അനുവദിക്കില്ല. നിങ്ങൾക്ക് കണ്ടെത്തി പോലീസിനെ വിളിച്ച് പറയാം. അല്ലാണ്ട് അവിടെ ആൾക്കൂട്ടം ചേർന്ന് ആളുകളുടെ തലമുട്ടയടിക്കുക, ആളുകളെ പീഡിപ്പിക്കുക, ദാറ്റ് വിൽ നോട്ട് ബി എൻകറേജ്ഡ്. അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കേണ്ട പ്രശ്നമില്ല. മാധ്യമപ്രവർത്തകർ തൂഫാൻ പോരാളികളാകുന്ന പദ്ധതിയും രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പ്രസ് ക്ലബ് അംഗങ്ങളെ തൂഫാൻ പോരാളികളായി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചി സിറ്റി പോലീസുമായി സഹകരിച്ചാണ് എറണാകുളം പ്രസ് ക്ലബ് തൂഫാൻ പോരാട്ടത്തിന്റെ ഭാഗമായത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് പെരുവയലിൽ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മാരക ഗുണ്ടാ സംഘത്തെ പോലീസ് സാഹസികമായി കീഴടക്കി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോലീസ് സംഘത്തിന് നേരെ തോക്കു ചൂണ്ടിയും പന്നിപ്പടക്കങ്ങൾ എറിഞ്ഞുമാണ് ഗുണ്ടകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതികളായ കുപ്രസിദ്ധ ഗുണ്ട ആട് ഷമീറും സംഘവുമാണ് പിടിയിലായത്. മാവൂരിന് സമീപം പെരുവയലിലുള്ള ഒരു വില്ലയിലാണ് പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്നത്. നേരത്തെ പാലക്കാട് ഒറ്റപ്പാലത്തെ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയി 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് നിന്നുള്ള SIT അംഗങ്ങൾ പെരുവയലിലെ കൊടശ്ശേരി താഴത്തുള്ള വില്ലയിലെത്തിയത്. താഴത്തെ നിലയിലെ മുറിയുടെ വാതിലിൽ മുട്ടിയ ഉടനെ പ്രതികൾക്ക് പോലീസാണെന്ന് മനസ്സിലായി. പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. തുടർന്ന് മാവൂർ കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. സംഭവ സമയത്ത് 5 പേരാണ് മുറിയിലുണ്ടായിരുന്നത്. ഇതിലൊരാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാളെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലെ 2ാം പ്രതിയായ വിഷ്ണു സൽമാൻ, ആട് ഷമീർ, ഡേവിസ്, ജാംസൺ എന്നിവരാണ് പിടിയിലായത്. 2 ആഴ്ച മുമ്പാണ് 5 പേർ പെരുവയൽ കൊടശ്ശേരി താഴത്തെ വില്ലയിൽ താമസം ആരംഭിച്ചത്. നേരത്തെ നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായ 4 പേരും. പ്രതികൾ എങ്ങനെ ഇവിടെ എത്തി എന്നതിലുൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി. സ്ഫോടക വസ്തു വിദഗ്ധർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ലോകകപ്പ് സെമി ഫൈനലിലേക്ക് കടന്ന മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ 2ാം തവണയാണ് സ്പെയിൻ ലോകകപ്പ് സെമിയിൽ പ്രവേശിക്കുന്നത്. ലോകകപ്പ് ആദ്യ സെമിയിൽ ഇനി സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. ആദ്യ പകുതിയിൽ ഓരോ ഗോളുകളുമായി സമനില പിടിച്ചതോടെ ലോസ് ആഞ്ചലസിലെ സ്റ്റേഡിയത്തിൽ ആവേശത്തിന്റെയും ആശങ്കയുടെയും നിമിഷങ്ങൾ. 30ാം മിനിറ്റിൽ ഫാബിയൻ റൂയിസിലൂടെ സ്പെയിനായിരുന്നു ആദ്യ ലീഡ്. 10 മിനിറ്റിനുള്ളിൽ ബെൽജിയം തിരിച്ചടിച്ചു. സമനില ഗോൾ ചാൾസ് ഡി കെറ്റ്ലേർ വക. ഈ ലോകകപ്പിൽ തുടർച്ചയായ 6 മത്സരങ്ങളിൽ ഗോളുകൾ വഴങ്ങാത്ത സ്പെയിനിന്റെ പ്രതിരോധ കോട്ടയുടെ ചരിത്രവും ശക്തിയും അങ്ങനെ തകർക്കപ്പെട്ടു. 2022 ഖത്തർ ലോകകപ്പിൽ ജപ്പാന്റെ ആവോ തനാക്കിയോട് ഗോൾ വഴങ്ങിയ ശേഷം ലോകകപ്പിൽ സ്പെയിനും ഗോളി സിമോണും വഴങ്ങുന്ന ഗോൾ. ഒപ്പത്തിനൊപ്പം എത്തി എക്സ്ട്രാ ടൈമിലേക്കും ഷൂട്ടൌട്ടിലേക്കും ഒക്കെ നീളുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ സ്പെയിനിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം. പകരക്കാരനായി ഇറങ്ങി 2 മിനിറ്റ് തികയും മുൻപേ സ്പെയിനിനായി വിജയ ഗോൾ നേടി മൈക്കൽ മെറീനോ. പ്രീ ക്വാർട്ടറിൽ സമ്മാനിച്ച വിജയ ഗോളിന്റെ തുടർച്ചയോടെ മെറീനോ മാസായി. ഇനി ഫ്രാൻസിനെ തകർക്കാൻ ലൂയിസ് ഡീലാഫുവന്റെ മെനയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയെന്നറിയാൻ 15-ാം തീയതി വരെ കാക്കണം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് ക്വാർട്ടറിൽ രാത്രി നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. പുലർച്ചെ 2:30 മത്സരം. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ തകർത്താണ് ഹാളണ്ടും കൂട്ടരും ക്വാർട്ടറിൽ എത്തിയത്. അതേസമയം 1966 ലഭിച്ച ഏക ലോകകപ്പ് കിരീടത്തിന്റെ 60ാം വാർഷികത്തിൽ കിരീടമോഹവുമായാണ് ഇംഗ്ലണ്ട് വീണ്ടും കളത്തിൽ ഇറങ്ങുന്നത്. ലോകകപ്പിലെ അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ നാളെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ഏറ്റുമുട്ടും. രാവിലെ 6:30 കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം.